ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന ഗംഭീരമായൊരു അഭിമാന നിമിഷത്തിന് ഞാൻ സാക്ഷ്യം വഹിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ഇന്നലെ കസറുണ്ടല്ലോ, അതും ഒരു പക്ഷേ ഈ ചിലപ്പോൾ ഇന്ത്യൻ്റെ ഇതുവരെയുള്ള സ്കോറിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സ്കോറായിരിക്കും. കാരണം 10 ഓവറൊക്കെ ആകുമ്പോഴേക്കും എത്രയാണ് 105 106 10 ഓവർ ആയിരിക്കും അതിന് കഴിഞ്ഞു. 13 ആകുമ്പോഴേക്കും 160 ആയി, 120 അങ്ങനെയൊക്കെ. ഈ സ്കോർ പറഞ്ഞാൽ ഇങ്ങനെ എന്താ ഓരോ ബോളും അടിച്ചടിച്ചടിച്ച് തെറിപ്പിക്കലായിരുന്നു. സഞ്ജുവിൻ്റെ ഒരു ഡ്രോപ്പ് മറ്റേ ബ്രൂക്ക് പറഞ്ഞ ആ ക്യാപ്റ്റൻ മിസ് ചെയ്ത് അങ്ങനെ ഇത് ഏറ്റവും വലിയ തെറ്റ്, ക്യാച്ച് മിസ് ചെയ്ത്. അതിന് മുമ്പ് തന്നെ ആർച്ചറിനെയൊക്കെ അടിച്ച് ജോഫ്ര ആർച്ചറിനെയൊക്കെ എന്താ പറയുക വന്നപ്പോൾ തന്നെ സ്വീകരണം കൊടുത്തു നല്ല അടിപൊളിയായിട്ട് പന്തൊക്കെ അടിച്ച് തകർച്ച് 4 6 അടിച്ച്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ജോഫറിൻ്റെ ദിവസമായിരുന്നു, ഇല്ല ആർച്ചറിൻ്റെ ദിവസമായിരുന്നു പറയാൻ പറ്റും. കാരണം എന്താ കഴിഞ്ഞാൽ ആർച്ചർ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അടിയായിരുന്നു. സഞ്ജു സാംസൻ്റെ സ്പെഷ്യൽ ഒരു ട്രീറ്റായിരുന്നു ഇന്നലെ ജോഫ്ര ആർച്ചറിനെ കൊടുത്തിരിക്കുന്നത്. കാരണം അദ്ദേഹം എപ്പോൾ വന്നാലും അപ്പോൾ 6 അടി. അതിൽ ഒരു ഓവറിൽ 2 6 ഒരു 4 ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഒരു 14 ഓവറും 13 ഓവർ ആകുമ്പോഴേക്കും എന്താ 160 റണ്ണ്, അത്മാര് റൺ റേറ്റാണ് പോയിരിക്കുന്നത്. അപ്പോൾ തന്നെ 257 സ്കോർ, 257 267 ആ ഒരു സ്കോർ പ്രൊഡക്ഷനിലേക്ക് വന്നു. പക്ഷേ അത് സഞ്ജുവിൻ്റെ ആ ഒരു ഇന്നിങ്സ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല, അത്ര മനോഹരമായിരുന്നു. അടി എന്ന് പറഞ്ഞാൽ കൂട്ടടി. അപ്പോഴേക്കും എൻ്റെ ഇഷാൻ കിഷൻ വന്നപ്പോൾ ഇഷാൻ കിഷനും സഞ്ജുവിൻ്റെ ഒരു കോമ്പിനേഷൻ ശരിക്കും പറഞ്ഞാൽ അവർ ഭയങ്കര നല്ല ഫ്രണ്ട്സാണ്. കാരണം ഫ്രണ്ട്സ് പറഞ്ഞാൽ കട്ടത്തിക്ക് ഫ്രണ്ട്സ്. അവർ പണ്ട് മുതലേ അറിയാവുന്നവരും പല ഇതിനും സഞ്ജുവും മറ്റേ നമ്മുടെ സൂര്യയൊക്കെ ആണെങ്കിൽ നല്ല ഫ്രണ്ട്സ് തന്നെയാണ് പണ്ട് മുതലേ. അവർ പണ്ടൊക്കെ പല ഈ ഡൊമസ്റ്റിക് ആയിട്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ടീമായിട്ട് കളിച്ചിട്ട് ടീമാണ്. പക്ഷേ എന്നാലും ഇഷാൻ കിഷനും അവരും കൂടി ചേർന്നപ്പോൾ ശരിക്ക് റണ്ണ് പോയ പോക്ക് ഒരു രക്ഷയില്ല സംഭവമായിരുന്നു. കാരണം ആ കളി ഇന്നലെ മുഴുവൻ ഇരുന്ന് കണ്ടു. കാരണം ഇന്ത്യയിലെ ഒരു നോക്കൗട്ട് കഴിഞ്ഞ് വന്നിരിക്കുകയല്ല നമ്മുടെ സഞ്ജു സാംസൺ. ഇപ്പോൾ എന്താക്കും എന്നുള്ള കാര്യം കാണാൻ വേണ്ടി തന്നെ വന്ന്. കാരണം നമുക്കൊരു തോൽവി നമ്മളെ പല പാഠങ്ങൾ പഠിപ്പിച്ചു എന്ന് തന്നെ പറയാം. കാരണം നമ്മളെ ആ ഒരു മറ്റേ സൗത്ത് ആഫ്രിക്കയായിട്ടൊരു തോൽവി വന്നു. ആ തോൽവിയിൽ ശരിക്കും നമ്മൾ പഠിച്ചത് വലിയൊരു പാഠമാണ്. ഇന്ത്യൻ ആരാധകരും ആവശ്യപ്പെട്ടതെന്ന് അത് തന്നെയാണ് നമ്മുടെ ഹെഡ് കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീർ നമുക്ക് വേണ്ടി ഡെലിവറി ചെയ്തിരിക്കുന്നത്. കാരണം എന്താണോ ആ ഫസ്റ്റ് മാച്ച് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ തോറ്റത്, അതിനുശേഷം നമുക്കൊരു ടീമിലേക്ക് സ്ട്രക്ചറിനെ മാറ്റി. അതിനുശേഷം സഞ്ജു വന്നിട്ട് പിന്നെ അങ്ങനെ പൊടി പോരാ. പൊടി പോരും പറഞ്ഞാൽ സഞ്ജു ഒരിക്കലും 100 അടിക്കുന്നുള്ളൊരു വ്യാമോഹത്തിലല്ല കളി ആ ഒരു ഇന്നലത്തെ കളി. കാരണം അദ്ദേഹത്തിന് സ്കോർ അടിക്കുക, ടീമിലേക്ക് ആവശ്യമായിട്ടുള്ള റൺ എത്തിക്കുക, അത് മാത്രം നോക്കിയത്. അത് അദ്ദേഹത്തിൻ്റെ അതിന് ആഫ്റ്റർ എന്താ പറയുക മാച്ചിന് ശേഷം അദ്ദേഹം പറയുണ്ടായി അങ്ങനെ. കാരണം ടീമിലേക്ക് റൺ എത്തിക്കുക. കാരണം എത്ര മാക്സിമം റൺ അടിക്കാൻ പറ്റും അത്രയും റൺ അടിക്കുക. കാരണം വാങ്കഡെ സ്റ്റേഡിയം പറഞ്ഞാൽ അത്രയും റൺ ചേസിങ്ങിന് എത്ര ചേസിൽ പെട്ടെന്ന് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം കൂടി ആയതുകൊണ്ട് റണ്ണ് മാക്സിമം അടിക്കുക എന്നാണ്. പക്ഷേ അതിലേക്ക് അടിച്ച് കൂട്ടിയത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അടി പറഞ്ഞാൽ കൂട്ടടി. പിന്നെ അതിനുശേഷം ഹാർദിക്ക് വന്നു. പിന്നെ അതിന് ഹാർദിക്ക് വന്നിട്ടാണ് തീപ്പൊരി അടിയായി മാറിയത്. പിന്നെ ഹാർദിക്കിനെ ശരിക്കും പറഞ്ഞാൽ സൂര്യന് മുമ്പായിട്ട് ഹാർദിക്കിനെ ഇറക്കിയായിരുന്നെങ്കിൽ കുറച്ചുകൂടി റണ്ണ് വരുമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്കതാ ഫീൽ ചെയ്ത് നല്ല അടിപൊളി കളിയായിരുന്നു. അപ്പോൾ ഒരു ദുബൈ വന്നു, ശിവൻ ദുബൈയും. അപ്പോഴേക്കും ശിവൻ ദുബൈയും സഞ്ജുവും കൂടി ചേർന്നിട്ട് നല്ലൊരു കോമ്പിനേഷൻ വെച്ചിട്ട് അവർ അടിക്കാൻ തുടങ്ങി. അങ്ങനെ അടിച്ച് വരുമ്പോൾ സഞ്ജു ചെറുതായിരുന്നു പാളിയാ ഷോട്ട്. ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സഞ്ജു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 250 250 അല്ലേ സ്കോർ വരിക, 300 മാക്സിമം എത്തിയിട്ടുണ്ടാകും. കാരണം അത്രമാത്രം റണ്ണ് ഓരോ ഓവറിലും എടുക്കുന്നുണ്ടായിരുന്നു സഞ്ജുവിന് വന്ന സമയത്തൊക്കെ ഓരോ 6 ഒരു 4 ഒരു മിനിമം ഒരു 12 റണ്ണെങ്കിലും ഒരു ഓവറിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത്രയും നല്ല മനോഹരമായി കളിയായിരുന്നു ഇന്നലെ ഇന്ത്യ കാഴ്ചവെച്ചത്. കാരണം നമ്മുടെ മുന്നിൽ ഇനി ഒറ്റ ഗെയിമേ ഉള്ളൂ, നമ്മൾ വിൻ ചെയ്യുമോ ഇല്ലയൊന്ന്. കാരണം അത് ഇമാതിരി പോക്കാണെങ്കിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്നേ. പക്ഷേ ന്യൂസിലൻഡും നല്ല ഗംഭീരമായ ടീമാണ്. ന്യൂസിലൻഡും നമ്മുടെ സൗത്ത് ആഫ്രിക്കനെ അടിച്ചിട്ടത് ഒരു വിക്കറ്റിനെയാണ് അവന്മാർ ഫുൾ 170 റണ്ണൊക്കെ എടുത്തിരിക്കുന്നത്. കാരണം അപ്പോൾ അവരും നല്ല സ്ട്രോങ് ടീമാണ്. കാരണം നമുക്ക് സ്ട്രോങ് ടീം ഉണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാച്ചും നല്ല എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഇന്നലെ ഒറ്റ മാച്ച് കൊണ്ട് 500 റണ്ണാണ് ആ സ്റ്റേഡിയത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒറ്റ മാച്ച് കൊണ്ട്. കാരണം ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ഒരു വേൾഡ് കപ്പിലായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പല IPL ഉണ്ടായിരിക്കും 500 ഒരു സ്റ്റേഡിയത്തിൽ റണ്ണ് വരാറുണ്ട്. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ മത്സരത്തിൽ ഇത്രയധികം റണ്ണ് വരുന്നതും ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ അറിവിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം 257 ഒരു ടീം കൂട്ടർ എടുക്കുന്നു, ഒരു കൂട്ടർ 247 ചേസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ
ഇന്ന് 500 റൺ പറയുമ്പോൾ ഇത് വലിയൊരു റണ്ണാണ്. ഇത് ടെസ്റ്റിന് പോലും ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇത്ര റൺ വന്നിട്ടില്ലായിരുന്നു ഒരു ദിവസം കളിച്ചിട്ട്. പക്ഷേ എന്നാലും ഇതൊരു വല്ലാത്തൊരു നേട്ടം. ഇപ്പോൾ ഇതാണ് സഞ്ജുവിൻ്റെ 89 റണ്ണെന്ന് പറയുന്നത്, അതും 42 ബോളിൽ, അതും ടീമിന് കൊടുത്തുള്ളൊരു സ്പിരിറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഗംഭീറിനറിയാം സഞ്ജു എന്നൊരു 5 ബോൾ കഴിച്ചാൽ ആ ഒരു സ്പിരിറ്റ് ടീമിന് ക്യാരി ചെയ്യാൻ പറ്റും. അത് തന്നെയായിരിക്കും ചിലപ്പോൾ സഞ്ജുവിൻ്റെ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു അവസരങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കാരണം ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പറയുന്നത് നല്ല അൾട്ടിമേറ്റ് ആയിരുന്നു. കാരണം ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിനെ കോരിത്തരിച്ചു. കാരണം സഞ്ജു അവിടെ ഉണ്ടായിരുന്നു. സഞ്ജു ഔട്ടായപ്പോൾ ചെറിയ വിഷമമുണ്ടായി. കാരണം സഞ്ജു അല്ല, അദ്ദേഹം നല്ല ഫോമിലായിരുന്നു. പക്ഷേ ആ ഒരു ബോൾ ഒന്ന് മുട്ടിയിട്ട് എങ്ങനെയെങ്കിലും 6 അടിക്കാൻ നോക്കിയത്, പക്ഷേ ബോളൊന്ന് മാറിപ്പോയി, സ്വിങ് ചെയ്തപ്പോൾ മാറിപ്പോയി. പക്ഷേ എല്ലായിരുന്നെങ്കിൽ ആ 6 ആയിരുന്നെങ്കിൽ പിന്നെ റണ്ണ് കയറിപ്പോയി തന്നെ. എന്തായാലും അതിന് ശേഷവും നല്ല രീതിയിൽ പെർഫോമൻസൊക്കെ വന്നു. നമ്മുടെ ദുബൈ കളിച്ചു, പിന്നെ ഹാർദിക്ക് വന്നിട്ട് നല്ല അടിപൊളി കളി കളിച്ചു, അങ്ങനെ സെറ്റായത്. പിന്നെ അതിനുശേഷം ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുമ്പോൾ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു രക്ഷ ബോളിംഗ് പറഞ്ഞിട്ട് നമ്മുടെ ബുംറ, എൻ്റെ അമ്മോ എന്ത് നല്ല ബോളിംഗ് അല്ലേ. ബുംറ ആയിക്കോട്ടെ, ഇപ്പോൾ ഹാർദിക്കായിട്ടില്ലേ ക്രൂഷ്യൽ സമയത്ത് ഒരു വിക്കറ്റ് എടുത്തു ഹാർദിക്ക്, അതൊന്നും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതിനുശേഷം നമ്മുടെ അക്ഷർ പട്ടേലിൻ്റെ ക്യാച്ച്, എൻ്റെ അമ്മോ എന്തെന്നാ അത് കാട്ടിക്കൂട്ടി അല്ലേ. അക്ഷർ പട്ടേലിൻ്റെ ക്യാച്ച് ഒരു രക്ഷ. അക്ഷർ പട്ടേലിനാണെന്നില്ല, ശരിക്കും ആ ക്യാച്ച് എടുത്തില്ലായിരുന്നെങ്കിൽ കളി തിരിയുമായിരുന്നു. കാരണം അക്ഷർ പട്ടേലിൻ്റെ ക്യാച്ച്, പിന്നെ 19 ഓവറിലുണ്ടായ ഒരു വിക്കറ്റ്, പിന്നെ റണ്ണൗട്ട് മറ്റേ ബാറ്റ്സിലോ അദ്ദേഹത്തിൻ്റെ റണ്ണൗട്ട്, അദ്ദേഹം 105 എടുത്തിട്ടോ, അടിച്ചെടുത്തു. ഒറ്റയാൾ പോരാടെ നടത്താൻ ശ്രമിച്ചു, പക്ഷേ അവർക്ക് ജയിക്കുമായിരുന്നു. പക്ഷേ അടുത്ത് വെച്ചിട്ട് പിന്നെ ആയിപ്പോയി. അവസാനത്തെ ഓവർ ശിവൻ ദുബൈ വളരെ ഷോക്കായിപ്പോയി. കാരണം റണ്ണ് ജയിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ബോളിട്ട് കൊടുക്കേണ്ട കാര്യത്തിൽ എനിക്കൊരു വലിയ വിഷമമായി. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ബോൾ പിടിച്ച് കളിച്ചിട്ട് അവസാനം ഒരു 3 6 കൊടുക്കുക എന്ന് പറയുന്നത് ദാറ്റ്സ് ആ ഒരു ഇമ്മർച്ചിയറായിട്ടുള്ളൊരു ബൗളിംഗ് രീതിയിൽ പോയി എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അതൊരിക്കലും അങ്ങേർക്ക് കൊടുക്കേണ്ടായിരുന്നു എന്ന് തോന്നിപ്പെടും. കാരണം വെറുതെ ഒരു ഓവർ, വെറും വേസ്റ്റ് ഓവറാണ്. കാരണം ശിവൻ ദുബൈയിലൊന്നും ഇങ്ങനെയുള്ള ക്രൂഷ്യൽ ഓവേഴ്സിൽ ഇടരുത്. കാരണം ഇപ്പോൾ ഒരു നോ ബോൾ വന്നാണെങ്കിൽ എന്തായിരിക്കും കാര്യം, നോ ബോളിൽ 6 അടിച്ചുകൊണ്ട് ജയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ക്യാപ്റ്റൻ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. കാരണം അങ്ങനെ കൊടുക്കരുത് പറഞ്ഞിട്ട്. അത് അപ്പോഴും ഒരു 2 വൈഡൊക്കെ പോയപ്പോൾ അത് വളരെ കാഷ്വലായിട്ട് പോകുന്നത്. കാരണം ഇങ്ങനെയുള്ള അവരൊന്നും ബാറ്റിങ്ങിൽ ശിവൻ ദുബൈ സൂപ്പറായിരുന്നു. പക്ഷേ ബോളിംഗ് ഇങ്ങനെ ഒരു ക്രൂഷ്യൽ ഓവറിൽ ഇങ്ങനെ വന്നിട്ട് 3 6 കൊടുത്തിട്ട് ഒരു 7 റണ്ണ് ജയിച്ചിരിക്കുന്നത്. ഒരു ബോൾ നോ ബോൾ പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, മണ്ടത്തരയിൽ പോയി. പക്ഷേ അത് തീരുമാനം അത് സൂര്യയുടെ മണ്ടത്തരയിൽ പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ശിവൻ ദുബൈക്ക് കൊടുക്കുന്നത് വളരെയധികം മോശപ്പെട്ട ഒരു മണ്ടത്തരം തീരുമാനമായി പോയി. കാരണം അദ്ദേഹത്തിന് എലിപ്പനെ കൂടുതൽ മനസ്സിലാക്കിപ്പിക്കാം, ഒരു റണ്ണും കൊടുക്കാതെ നോക്കണം, മാക്സിമം യോർക്കർ ഇടാം അങ്ങനെ പറഞ്ഞ് ശീലിപ്പിക്കാം. അല്ലാതെ അദ്ദേഹം വന്നിട്ട് 3 റണ്ണും 3 6 കൊടുത്തിട്ട് 7 റണ്ണിന് എത്ര റണ്ണ് ജയിക്കേണ്ടതാണ്? ഒരു മിനിമം 20 റണ്ണ് ജയിക്കേണ്ട കളി. അപ്പോഴും നാളേക്ക് ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിലും ഇത്ര എടുത്തു ഇംഗ്ലണ്ടും ഒരു പടപൊരുതി എന്ന് പറയില്ലേ. നമുക്കൊരു ഡോമിനേഷൻ വേണ്ടേ. ഇതൊരു മാതിരിപ്പെട്ട, ശരിക്കും പറഞ്ഞാൽ എല്ലാം ഓക്കെ ആയിരുന്നു. ഇന്നലെ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ശിവൻ ദുബൈയുടെ ഓവർ മാത്രം ഒരിക്കലും അക്സെപ്റ്റൻസ് അല്ല. അദ്ദേഹത്തിന് ഇത്രയും ഇമ്മച്യൂറായിട്ടുള്ളൊരു ബൗളിംഗ് രീതി ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കാരണം 6 കൊടുക്കാൻ വേണ്ടി മാത്രം ബോളിട്ട് പോലെ അത് ഭയങ്കര മോശമായി. അതെന്തായാലും ഗൗതം തന്നെ അതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു. കാരണം ആ ചോദിക്കുന്ന സമയത്ത് ആൾ ഓക്കെ ഒരു കൂളായിട്ട് ഓക്കെ ഒന്നും സംഭവിക്കില്ല എന്ന രീതിയിൽ പറയുന്നത്. കാരണം സപ്പോസ് നമ്മുടെ കളി കിട്ടി, പക്ഷെ ഇന്ന് അഹങ്കരിച്ച് കളിക്കാൻ പറ്റില്ലല്ലോ. അത് ഭയങ്കര മോശമായിപ്പോയി എനിക്ക് തോന്നി. ശിവൻ ദുബൈയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു രീതിയിലുള്ള ബൗളിങ്ങും വളരെ മോശമായിപ്പോയെന്നും ഞാൻ പറയും. കാരണം അതൊരിക്കലും നമ്മൾ ഇത്രയും ടെൻഷൻ അടിച്ച കളി കണ്ടതേ, അത്രയും ഇത്രയും നല്ലൊരു കളീനെ കൊണ്ടിട്ട് അദ്ദേഹം അവസാന ഓവറിൽ ഇങ്ങനെ മണ്ടത്തരം കാണിക്കാൻ വേണ്ടി മാത്രം ശിവൻ ദുബൈ വന്നു പോലെ എനിക്ക് തോന്നി. അതൊരിക്കലും മോശപ്പെട്ട ആ ഒരു സാധനമാണ്. കാരണം അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം 20 റൺസിനെങ്കിലും ജയിക്കേണ്ട കളിയിൽ കൊണ്ടുപോയിട്ട് 7 റൺസ് ജയിച്ചു. അതും ഒരു ലക്കിൽ പോലെ കാണുന്ന കാഴ്ചക്കാർക്ക് ലക്ക് പോലെ തോന്നി എനിക്ക്. കാരണം കളി നമ്മുടെ കൈ കിട്ടി പറഞ്ഞിട്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ലത്. അത് എന്തായാലും സൂര്യൻ ഇന്നിങ്ങിൽ ശ്രദ്ധിക്കണം. സൂര്യൻ ഗൗതം ഗംഭീറിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഗൗതം ഗംഭീർ അവിടെ നിന്ന് എന്ന് പറയാൻ പറ്റില്ലല്ലോ. സൂര്യനെങ്കിലും ശ്രദ്ധിക്കണം. കാരണം ഫീൽഡിൽ നിന്ന് ഗ്രൗണ്ടിലെ മെയിൻ സൂര്യയാണല്ലോ. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കണം. അദ്ദേഹം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ക്രൂഷ്യസ് എടുത്ത് ടഫായി പറയണം. അന്ന് മറ്റേ കുൽദീപിനൊക്കെ ചീത്ത പറഞ്ഞ പോലെ ഇത് ചീത്ത പറയുന്നത് ഞാൻ പറയില്ല, പക്ഷേ ടഫായി പറയണമായിരുന്നു. ഇങ്ങനെ ചെയ്യരുത്. ഒരു 6 തന്നെ കൺട്രോൾ എന്ന് പറഞ്ഞ് പിടിച്ച് ശരിയാക്കണം. അത് ആൾ തന്നെ 2 6 പിന്നെ ഒരു ഹൈഞ്ഞ മട്ടിലിരിക്കുന്നത്. അത് ഇമ്മച്ചുറാണ്, ആളുടെ ഒരു പ്രായത്തിൻ്റെ പ്രശ്നമാണ്. കാരണം വേറെ ഒന്നുമല്ല. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ ഇനിയൊരൊറ്റ കളിയുള്ള ആ കളിയെങ്കിലും നല്ല രീതിയിൽ നമ്മൾ ടാക്ടിക്കൽ മൂവ്മെൻറ്റൊക്കെ വെച്ച് നല്ല സെറ്റപ്പായിട്ട് എല്ലാവരും നല്ല കളിക്കുക. ടീം ഇന്ത്യ
പൊളിച്ചെടുക്കണം. കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്നൊരു നിസ്സാരക്കാരെല്ലാം ഒറ്റ വിക്കറ്റിലാണ് അവന്മാർ ഒരു കളി ജയിച്ചിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയായിട്ട്. എന്തായാലും നമുക്ക് നോക്കാം നല്ല രീതിയിൽ. എന്തായാലും ഹാർദിക് പാണ്ഡ്യൻ്റെ ബാറ്റിങ്ങും ബൗളിങ്ങും സൂപ്പറാണ്. കാരണം അദ്ദേഹം എന്തായാലും വാഗ്ദാനമാണ് നമുക്ക്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാർദിക് പാണ്ഡ്യ ആറ്റിറ്റ്യൂഡ്. പിന്നെ അതിന് ബൗളിങ് സൂപ്പറാണ്. അദ്ദേഹം തന്നെ എന്തായാലും ഫ്യൂച്ചറിൽ അദ്ദേഹം നമ്മളൊരു മെയിൻ വാഗ്ദാനമായി മാറും. കാരണം ആളൊരു ഓൾറൗണ്ടാണ്. ഫീൽഡിങ്, ബാറ്റിംഗ്, ബൗളിങ്, അത് ഇത് ചുക്ക് ചെണ്ണാം എല്ലാം പറഞ്ഞ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു ടീം സൂപ്പറാണ്. അഭിഷേക് കുറച്ചുകൂടി ശ്രദ്ധിച്ച് കളിച്ച് ഫസ്റ്റ് അഭിഷേകും സഞ്ജുവുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നേരെ മാറി അഭിഷേകും ഇല്ലാതെ ഇഷാൻ കിഷൻ സഞ്ജുയെ മാറിയിട്ടുണ്ട്. എന്തായാലും ആര് തമ്മിൽ കളിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ടീം ഇന്ത്യ വിജയിക്കണം, നമുക്ക് കപ്പടിക്കണം, അത്രേ ഉള്ളൂ. ഒരു ചരിത്രം കുറിക്കണം. ഹോസ്റ്റ് ചെയ്ത ടീം തന്നെ, അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്ത രാജ്യം തന്നെ കപ്പടിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും. എന്തായാലും അതും കൂടി കാണാനുള്ള യോഗം നമുക്ക് ഉണ്ടാവട്ടെ. എന്തായാലും ടീം ഇന്ത്യക്ക് എല്ലാവിധ ഓൾ ദി ബെസ്റ്റ് ഞാൻ പറയുന്നു. നമ്മളെന്തായാലും 8-ാം തീയതി നമ്മൾ ടീമിൻ്റെ ഒപ്പം പൊളിക്കും. ടീം വൻപിച്ച് രണ്ടെടുത്ത് ഒരു മോശപ്പെട്ട രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ നല്ല രീതിയിൽ കളി നടത്തി കളി വിജയിക്കും. നമ്മുടെ ടീം ഇത് ജയിക്കും. എല്ലാവരും നല്ല കളിക്കണം, ഓരോരുത്തരും നല്ല കളിക്കുക, ഒരാൾക്കും ഫെയിലില്ലാതെ എല്ലാവരും അവരുടെ പാട്ട് നല്ല ഗംഭീരമായി ചെയ്യുക. സഞ്ജു ആണെങ്കിലും, സൂര്യ ആണെങ്കിലും, ഹാർദിക് ആണെങ്കിലും, അഭിഷേക് ആണെങ്കിലും, ഇഷാൻ ആണെങ്കിലും എല്ലാവരും അവരുടെ പാട്ട് നല്ല ചെയ്യാം. വരുൺ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. കാരണം വരുൺ നല്ല റണ്ണ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും നോക്കട്ടെ, എല്ലാവരും നല്ല രീതിയിൽ കളിച്ച് നമുക്ക് ഈ കപ്പ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വെക്കണം, ആർക്കും കൊടുക്കാതെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ടീം. അപ്പോൾ എന്തായാലും നമുക്ക് 8-ാം തീയതി കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ, സീ യു ഗൈസ്.